സോ നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ ഷ്രോഡിഞ്ചർ പിക്ചർ ഉപയോഗിച്ച് സോൾവ് ചെയ്യുകയായിരുന്നു. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ സെഷൻസിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നമുക്കറിയാം, ഒരു ഹാർമോണിക് ഓസിലേറ്ററിനെ സംബന്ധിച്ച് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ½ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് -h²/2 d² ψ/dx² പ്ലസ് ദിസ് ½ ഓക്കെ, ഞാൻ സൈ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ½ ψ ഇസ് ഈക്വൽ ടു ഈ സൈ എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തിരുന്നു. ഒന്ന് c ഇസ് ഈക്വൽ ടു α(x) എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷനാണ്. അതേപോലെ തന്നെ തുടർന്ന് വന്നു കഴിയുമ്പോൾ ആൽഫ എന്ന് പറയുന്നത് km ഡിവൈഡഡ് ബൈ h² ഹോൾ റൈസ് ടു 1/4 ആണ്, അല്ലെങ്കിൽ m ഒമേഗ ഡിവൈഡഡ് ബൈ h ഹോൾ റൈസ് ടു 1/2 ആണ് നമ്മൾ കൊടുത്തിരുന്നു. ഓക്കെ, സോ ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ. അതേപോലെ നമ്മൾ കൊടുത്തിരുന്ന മറ്റൊരു സബ്സ്റ്റിറ്റ്യൂഷനായിരുന്നു 2e ഡിവൈഡഡ് ബൈ h× ഒമേഗ എന്ന് പറയുന്നതിനെ നമ്മൾ ലാംഡ എന്ന് വിളിച്ചു. ഇങ്ങനെ ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തി നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് d² ψ/dc² പ്ലസ് ലാംഡ മൈനസ് c² ഇൻറ്റു ψ ഈസ് ഈക്വൽ ടു 0 എന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് നമ്മളിതിനെ കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ പറഞ്ഞു, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് a(e⁻c²/2 പ്ലസ് b(e⁻c²/2 ആണ്. പക്ഷേ ഇത് ഫിസിക്കലി അക്സെപ്റ്റബിൾ ആവണമെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ സൊല്യൂഷൻ ഫിസിക്കലി അക്സെപ്റ്റബിൾ ആവണമെന്നുണ്ടെങ്കിൽ b ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ψ ഈസ് ഈക്വൽ ടു a(e⁻c²/2 എന്ന് പറയുന്നതാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എന്ത് സൊല്യൂഷനാണ്? ഇതിൻ്റെ അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ ആയിരിക്കുമെന്ന് പറഞ്ഞു. അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? വെൻ c ടെൻസ് ടു ഇൻഫിനിറ്റി, ψ എന്താവണം? അതായത് സിയുടെ ഹൈ വാല്യൂസിൽ, c ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് d² ψ/dc² മൈനസ് c² ψ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന രീതിയിലേക്ക് വരുമെന്നും അപ്പോഴുള്ള ഇതിൻ്റെ സൊല്യൂഷനാണ് a(e⁻c²/2 എന്ന് പറഞ്ഞിരുന്നു. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞ ഇത് ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ മാത്രമാണ് ഈ അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ്റെ, സിയുടെ ഹൈ വാല്യൂ ആവുന്ന കേസ്. അതേസമയം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ സംബന്ധിച്ച് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സിയുടെ ഏത് വാല്യൂസിലും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്. അത്തരത്തിലൊരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി നമ്മളതിൻ്റെ റിയൽ സൊല്യൂഷനായിട്ട് എ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിന് പകരം ഒരു ഫംഗ്ഷൻ ഓഫ് സി, ദാറ്റ് ഈസ് h(c)(e⁻c²/2) എന്ന് പറയുന്ന ഒരു വേവ് ഫംഗ്ഷൻ എടുത്തു. അപ്പോൾ ഇവിടുത്തെ h(c)യുടെ പ്രത്യേകത എന്തായിരിക്കണം? ദാറ്റ് h(c) should adjust within itself such that psi is a physically acceptable solution even at low values of c or at high values of c. Now, അതിനുശേഷം നമ്മൾ ഈ ψ ഈസ് ഈക്വൽ ടു h(c)(e⁻c²/2) നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം നമുക്ക് എച്ചിൻ്റെ ടേംസിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് കിട്ടി. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് d²h ഡിവൈഡഡ് ബൈ dc² മൈനസ് 2c dh/dc പ്ലസ് ലാംഡ മൈനസ് 1 ഇൻറ്റു h(c) ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നൊരു സൊല്യൂഷൻ കിട്ടി. ഇവിടെ ഈ h(c) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഓഫ് സി ആണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. നമ്മളിതിനെ ഒരു a0 പ്ലസ് a1c പ്ലസ് a2c² പ്ലസ് എക്സെട്ര സം aj c⁻j പ്ലസ് എക്സെട്ര എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഈ h(c) ഒരു ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഈ h(c)യിൽ നിന്ന് നമ്മൾ d²h/dc² കാണുന്നു, മൈനസ് 2c dh/dc കാണുന്നു, ലാംഡ മൈനസ് 1 hc കാണുന്നു. ആ 3 ടേമും കൂടി ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമിലാണ് കിട്ടുക. a0 പ്ലസ് സം a1c പ്ലസ് സം a2c² പ്ലസ് എക്സെട്ര സം aj c⁻j ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ a0, a1, a2 എക്സെട്ര aj ഈ പറഞ്ഞ കോഎഫിഷ്യൻസ് ഒക്കെ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെ നമ്മൾ ഈ aj എന്ന് പറയുന്നത് ഈക്വൽ ടു 0യോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു റെക്കർഷൻ റിലേഷൻ കിട്ടി. ആ റെക്കർഷൻ റിലേഷൻ എന്ന് പറയുന്നത് aj+2 ഇസ് ഈക്വൽ ടു 2j + 1 മൈനസ് ലാംഡ aj ഡിവൈഡഡ് ബൈ j+2 ഇൻറ്റു j+1 എന്നായിരുന്നു. ഓക്കെ, ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞു a0, a2, a4, a6 തുടങ്ങിയ കോഎഫിഷ്യൻസ്, അതുപോലെ a1, a3, a5, a7 തുടങ്ങിയ ഓഡ് കോഎഫിഷ്യൻസ് വരുന്നുണ്ട്. ഇതിൽ
ഈ A1 A3 A5 A7 തുടങ്ങിയ ഓഡ് കോഎഫിഷ്യൻസ് 0 വന്നു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇതൊരു സിമ്മട്രിക് ഫംഗ്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു. അതേസമയം ഈവൻ കോഎഫിഷ്യൻസ് ആണ് 0 വരുന്നതെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റി സിമ്മട്രിക് വേവ് ഫംഗ്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു. നൗ ഇപ്പോൾ നമ്മൾ സിമ്മട്രിക് കേസ് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, സപ്പോസ് നമ്മുടെ വേവ് ഫംഗ്ഷൻ സിമ്മട്രിക് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെ സിമ്മട്രിക് ആവണമെന്നുണ്ടെങ്കിൽ A0 നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം, A1 ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, ഓഡ് കോഎഫിഷ്യൻ്റ് A1 0യും A0 നോട്ട് ഈക്വൽ ടു 0യും ആയിരിക്കണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ H(c) എന്ന് പറയുന്നത് എന്ത് വരും? H(c) വിൽ ബി ഓഡ് കോഎഫിഷ്യൻസ് ഒക്കെ A1 0 ആയാൽ ഓട്ടോമാറ്റിക്കലി A3 0 ആവും, A5 0 ആവും, A7 0 ആവും, ഓഡ് കോഎഫിഷ്യൻസ് എല്ലാം 0 ആവും. സോ H(c) എന്ന് പറയുന്നത് A0 പ്ലസ് A2c² പ്ലസ് A4c⁴ പ്ലസ് എക്സെട്ര എന്ന് നമുക്ക് കിട്ടും. നൗ ഇഫ് C ഈസ് വെരി ലാർജ്, C വളരെ വലുതാണെന്ന് വിചാരിക്കുക. C വെരി ലാർജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ H(c) എടുക്കുമ്പോൾ നമുക്ക് സിയുടെ ഹയർ പവേഴ്സ് പിന്നെയും വളരെ വലുതാവും. ഓക്കെ, അതായത് ഇഫ് C ഈസ് വെരി ലാർജ് ദെൻ ഹയർ പവേഴ്സ് ഓഫ് C is more important. ഹയർ പവേഴ്സ് ഓഫ് C വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണ്? C കൂടുമ്പോൾ ഈ A0 A2 c² A4 c⁴ പ്രധാനം ചിലപ്പം ഇതിൻ്റെ ഹയർ പവേഴ്സ് ആയിരിക്കും. കാരണം കൂടുതൽ എന്ത് ചെയ്യും? C കൂടുമ്പോൾ ഹയർ പവേഴ്സ് വീണ്ടും എന്ത് ചെയ്യും? ഡ്രാസ്റ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് കോഎഫിഷ്യൻസ് ഓഫ് ഹൈ J values. Coefficients of high J values are more important. അല്ലേ? അതായത് സിയുടെ ഹയർ പവേഴ്സ് ആണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനം. ഓക്കെ, നമ്മൾ ബാക്കിയുള്ളതിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യാം. ഹയർ പവേഴ്സ് ഓഫ്, അതായത് ഇപ്പോൾ A0 A2 A4 A6 8 A8 A10 ഒക്കെ വരും. അപ്പോൾ അതിൽ ഹയർ പവേഴ്സിൻ്റെ കോഎഫിഷ്യൻസ് ആണ് നമുക്കിവിടെ കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരിക. അപ്പോൾ J ഹൈ വാല്യൂ ആവുന്ന കേസിൽ നമ്മുടെ റെക്കർഷൻ റിലേഷൻ എന്താവും നോക്കുക. നമുക്കിവിടെ AJ+2 ഈസ് ഈക്വൽ ടു ഇവിടെ 2J + 1 - ലാംഡയാണ്. ഓക്കെ, അപ്പം J വളരെ വലുതാണെങ്കിൽ 2J + 1 - ലാംഡ എന്നുള്ളതിന് അപ്രോക്സിമേറ്റ്ലി ഞാൻ എനിക്ക് 2J എന്ന് എഴുതാം. അതേപോലെ J+2 എന്ന് പറയുന്നത് J വളരെ വലുതാണെങ്കിൽ J+2നെ J എന്ന് എഴുതാം, J+1നെയും J എന്ന് എഴുതാം, ഇൻറ്റു AJ വരും. ദിസ് ഈസ് 2J/J² AJ or this is equal to 2/J AJ എന്ന് കിട്ടും. ഓക്കെ, നമ്മുടെ റെക്കർഷൻ റിലേഷൻ സിമ്പിളായിട്ട് 2/J AJ എന്നാവും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഇതാണ്, ഈ റെക്കർഷൻ റിലേഷൻ 2/J AJ എന്ന് പറയുന്ന ഒരു റെക്കർഷൻ റിലേഷൻ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഇൻഫിനിറ്റ് സീരീസ് ഒരു e⁻c² എന്ന് പറയുന്ന ബിഹേവിയർ കാണിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു സീരീസ് കിട്ടും. അതായത് നമ്മുടെ ഈ H(c) എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, H(c)നെ നമ്മൾ ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് എഴുതിയപ്പോൾ നമുക്ക് കിട്ടിയ റെക്കർഷൻ റിലേഷനാണിത്. അപ്പോൾ നമ്മുടെ ഈ H(c) എന്ന് പറയുന്നത് ഒരു e⁻c²ൻ്റെ നേച്ചറിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു റെക്കർഷൻ റിലേഷൻ, അതായത് 2/J AJ എന്ന് പറയുന്ന ടൈപ്പിലുള്ള ഒരു റെക്കർഷൻ റിലേഷൻ നമുക്ക് കിട്ടുക. ഓക്കെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് ഞാനത് നിങ്ങൾക്ക് കാണിക്കാം. പക്ഷേ നിങ്ങളത് നിങ്ങളുടെ ഡെറിവേഷനിൽ അത് ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല. ഈ e⁻c² എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനെ നമ്മളൊരു ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് എഴുതുമ്പോൾ അതിൻ്റെ റെക്കർഷൻ റിലേഷൻ്റെ ഫോമാണ് ഈ പറഞ്ഞ 2/J AJ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് വളരെ ഈസി ആയിട്ട് കാണിക്കാൻ വേണ്ടി പറ്റും. അതായത് ഈ e⁻c² എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്കറിയാം. e⁻c² എന്ന് പറഞ്ഞാൽ ഇതിനെ ഞാൻ സീരീസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ദിസ് ഈസ് 1 + c²/1 ഫാക്ടോറിയൽ പ്ലസ് ദിസ് ഈസ് c²² 2 ഫാക്ടോറിയൽ പ്ലസ് c²³ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് നമുക്ക് വരും. ദാറ്റ് ഈസ് ഇതിനെ എനിക്ക് 1 + c²/1 ഫാക്ടോറിയൽ പ്ലസ് c⁻⁴/2 ഫാക്ടോറിയൽ പ്ലസ് c⁻⁴ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര c⁻J എടുത്തു കഴിഞ്ഞാൽ ഇത് ഡിവൈഡഡ് ബൈ J/2 ഫാക്ടോറിയൽ എന്നായിരിക്കും കിട്ടുക. അപ്പോൾ നമുക്കിവിടെ ഈ c⁻Jയുടെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഞാൻ അതിനെ സപ്പോസ് ഒരു BJ എന്ന് ഡിനോട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് 1/J/2 ഫാക്ടോറിയലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ BJ+2 എന്തായിരിക്കും? ദിസ് വിൽ ബി 1/J+2/2 ഫാക്ടോറിയൽ എന്ന് വരും. ഓർ ദിസ് ഈസ് 1/J/2 + 1 ഫാക്ടോറിയൽ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ BJ+2 ഡിവൈഡഡ് ബൈ BJ എന്ന് പറയുന്നത്
ഓക്കെ, ബി ജെ പ്ലസ് ടു ഡിവൈഡഡ് ബൈ ബി ജെ. അതെന്ത് കിട്ടും നമുക്ക്? ഓക്കെ, ഞാനിവിടെ ബി ജെ പ്ലസ് ടു ഡിവൈഡഡ് ബൈ ബി ജെ എടുത്താൽ ഓക്കെ കറക്റ്റാണ്. ദാറ്റ് ഈസ് ജെ ബൈ ടു ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ജെ ബൈ ടു പ്ലസ് വൺ ഫാക്ടോറിയൽ എന്ന് കിട്ടും. അപ്പോൾ ഇത് ഏത് ഫോമില? ഒരു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫോമില. ദിസ് ഈസ് 1 ബൈ എൻ പ്ലസ് വൺ ആയിരിക്കും. അപ്പോൾ ഇത് 1 ബൈ ദിസ് ജെ ബൈ ടു പ്ലസ് വൺ ആണ്, ഓർ ദിസ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ ജെ പ്ലസ് ടു എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ബി ജെ പ്ലസ് ടു എന്ന് പറയുന്നത് 2 ഡിവൈഡഡ് ബൈ ജെ പ്ലസ് ടു ഇൻറ്റു ബി ജെ ആണെന്ന് പറയാം. ഇഫ് ജെ ഈസ് വെരി ലാർജ്, ജെ വളരെ വലുതാണെന്നുണ്ടെങ്കിൽ ബി ജെ പ്ലസ് ടു എന്ന് പറയുന്നത് ഈക്വൽ ടു ഈ ജെ പ്ലസ് ടു അപ്രോക്സിമേറ്റ്ലി എന്ത് തന്നെയാവും? ജെ തന്നെയാവും. സോ 2 ബൈ ജെ ബി ജെ എന്നാവും. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇ റൈസ് ടു സി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടേമിനെ, ഇ റൈസ് ടു സി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടേമിനെ നമ്മൾ ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ റെക്കർഷൻ റിലേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ രീതിയിൽ കിട്ടും ഫോർ ഹയർ വാല്യൂസ് ഓഫ് ജെ. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഈ പറഞ്ഞ എച്ച് ഓഫ് സി എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഓക്കെ, എച്ച് ഓഫ് സി എന്ന് പറയുന്ന ഫംഗ്ഷനിൽ സി എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെക്കർഷൻ റിലേഷൻ എ ജെ പ്ലസ് ടു ഇസ് ഈക്വൽ ടു 2 ബൈ ജെ എ ജെ എന്ന് പറയുന്ന ഫോമിലേക്ക് വരും എന്ന് പറഞ്ഞു. അതായത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഇതൊരു ഇൻഫൈനൈറ്റ് സീരീസാണ്. ഓക്കെ, ഇൻഫൈനൈറ്റ് സീരീസാണ്. ഇത് ടെർമിനേറ്റ് ചെയ്യത്തില്ല, ഈ സീരീസ് ടെർമിനേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫൈനൈറ്റ് സീരീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എച്ച് ഓഫ് സി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ സി വളരെ വലുതാവുന്ന കേസിൽ റെക്കർഷൻ റിലേഷൻ ഈ ഫോമിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എച്ച് ഓഫ് സി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ നേച്ചർ എന്താണ്? ഇ റൈസ് ടു സി സ്ക്വയർ എന്ന് പറയുന്ന നേച്ചറാണെന്ന് പറഞ്ഞു. അത് കാണിക്കാനാണ് ഞാൻ ഇവിടെ ഇത് ചെയ്തത്. എന്ത്? ഇ റൈസ് ടു സി സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ റെക്കർഷൻ റിലേഷൻ ഇങ്ങനെ വരുമെന്ന് പ്രൂവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയത് ഇതായിരുന്നു. നമുക്കെന്താണ് കിട്ടിയത്? ഇവിടെ നമ്മുടെ എ ജെ പ്ലസ് ടു എന്ന് പറയുന്നത് ഈക്വൽ ടു 2j പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു എ ജെ ഡിവൈഡഡ് ബൈ ജെ പ്ലസ് ടു ഇൻറ്റു ജെ പ്ലസ് 1 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇതിൽ നമ്മളെടുത്ത കണ്ടീഷൻ ഇതാണ്. സിമ്മട്രിക് ആണെന്നുണ്ടെങ്കിൽ എ ജെ പ്ലസ് ടു എന്ന് പറയുന്നത് ഈക്വൽ ടു 2 ബൈ ജെ എ ജെ ആയിരിക്കും ഫോർ ഹയർ വാല്യൂസ് ഓഫ് ജെ. ഓക്കെ, അപ്പം ഇവിടുന്ന് മനസ്സിലാവുന്ന കാര്യം ഇതാണ്. സോ നമുക്കിങ്ങനെ പറയാം, ഇഫ് or I have an infinite series where for large values of C the recursion relationship behaves like എങ്ങനെയാവുമെന്ന് പറഞ്ഞാൽ എ ജെ പ്ലസ് ടു ഈക്വൽ ടു 2 ബൈ ജെ എ ജെ എന്ന് പറയുന്ന ഫോമിലാവും. ഓക്കെ, 2 ബൈ ജെ എ ജെ. ദെൻ my claim is that the series for large values of j will behave like e raised to c square. അതായത് ഇതാണ് നമ്മുടെ റെക്കർഷൻ റിലേഷൻ. ഹയർ വാല്യൂസ് ഓഫ് ജെയിൽ ആ റെക്കർഷൻ റിലേഷൻ ഇങ്ങനെയാവും. റെക്കർഷൻ റിലേഷൻ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഏത് ഫോമിലായിരിക്കും? ഇ റൈസ് ടു സി സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലായിരിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എച്ച് ഓഫ് സി ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2ലാണ്. അപ്പോൾ ഫോർ ഹയർ വാല്യൂസ് ഓഫ് ജെ ഈ എച്ച് ഓഫ് സി എങ്ങനെയായിട്ട് മാറും? ഇ റൈസ് ടു സി സ്ക്വയർ ഫോമിലേക്ക് മാറും. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇ റൈസ് ടു സി സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 എന്നാവും. ദിസ് ഈസ് നോട്ട് ഫിസിക്കലി അക്സെപ്റ്റബിൾ. എന്തുകൊണ്ട് ഫിസിക്കലി അക്സെപ്റ്റബിൾ അല്ല? ദിസ് ഈസ് നോട്ട് ഫിസിക്കലി അക്സെപ്റ്റബിൾ. കാരണം ഇതെന്താണ്? ഇതൊരു ഇ റൈസ് ടു സി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇൻഫിനിറ്റ് സീരീസാണ്. അതായത് സി വലുതാവുന്ന കേസ് അല്ലെങ്കിൽ സി ചെറുതാവുന്ന കേസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സി എന്ന് പറയുന്ന പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ വേവ് ഫംഗ്ഷൻ 0 ആയി പോകണമെന്ന് പറഞ്ഞു. ഇവിടെ അത് നടക്കില്ല.
കാരണം എന്താണ്, സി ഹൈ ആവുന്ന കേസിൽ ഇ റൈസ് ടു സി സ്ക്വയർ ഹൈ ആയിക്കൊണ്ടിരിക്കും. ഈ സീരീസ് എവിടെയും ടെർമിനേറ്റ് ചെയ്യില്ല, ഇറ്റ് ഗോസ് അപ്സ് ടു ഇൻഫിനിറ്റി. അതുപോലെ തന്നെ ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ. അപ്പോൾ നമ്മൾ ഈ എച്ച് ഓഫ് സി എടുത്തപ്പോൾ തന്നെ ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു, ദിസ് എച്ച് ഓഫ് സി ഷുഡ് അഡ്ജസ്റ്റ് വിത്തിൻ ഇറ്റ് സെൽഫ് സച്ച് ദാറ്റ് സൈ ടെൻസ് ടു 0 വെൻ സി ടെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഫിസിക്കലി അക്സെപ്റ്റബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇത് ഫിസിക്കലി അക്സെപ്റ്റബിൾ അല്ല എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ പറയാം, so an infinite series is not a physically acceptable solution. So an infinite series is not a physically acceptable solution. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വി ഷുഡ്, ഈ സീരീസ് ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നതുകൊണ്ടാണ്, അപ്പോൾ നമ്മൾ ഇതിനെ എവിടെയെങ്കിലും ടെർമിനേറ്റ് ചെയ്യണം. വി ഷുഡ് ടെർമിനേറ്റ് ദ സീരീസ് at some instant. അപ്പോൾ എങ്ങനെ സീരീസ് ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റെക്കർഷൻ റിലേഷൻ. നമുക്കറിയാം, ഇറ്റ് ഈസ് 2j + 1 - λ ഡിവൈഡഡ് ബൈ j + 2 × j + 1 × aj. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഏത് കേസാണ്, സിമ്മട്രിക് കേസാണ്. സിമ്മട്രിക് കേസിൽ a1 a3 a5 തുടങ്ങിയ സാധനങ്ങളൊക്കെ ഓഡ് കോഎഫിഷ്യൻസ് ഒക്കെ 0 ആണ്. സപ്പോസ് നമ്മളിങ്ങനെ വിചാരിക്കാം, j = 4 λ = 9 എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ a6 = 9 - 9 / 6 × 5 × a4 എന്ന് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് = 0 കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് a4 ഉണ്ടെങ്കിൽ പോലും a6 0 കിട്ടുന്നതാണ്. ഇത് ഞാനൊരു പർട്ടിക്കുലർ കേസ്, ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്. j = 4 λ = 9 കൊടുത്താൽ നമുക്ക് a6 0 കിട്ടും. അപ്പോൾ നമുക്ക് a0 ഉണ്ട്, a2 ഉണ്ട്, a4 ഉണ്ട്. a6 0 ആയതുകൊണ്ട് a8 a10 ഇതിൻ്റെ മുകളിലേക്കുള്ള സാധനങ്ങളൊക്കെ എന്തായി പോയിക്കോളും, 0 ആയി പോയിക്കോളും. എന്ന് വെച്ചാൽ a0 a2 a4 മാത്രമേ ഉള്ളെങ്കിൽ നമ്മുടെ സീരീസ് നമ്മൾ എന്ത് ചെയ്തു, കാരണം നമ്മൾ എച്ച് ഓഫ് സി എന്ന് പറയുന്നത് എങ്ങനെ എഴുതിയേ, a0 + a1c പ്ലസ്, അതിൽ a1ൻ്റെ അതായത് ഓഡ് കോഎഫിഷ്യൻസ് 0 ആണല്ലോ. സോ a2c² പ്ലസ് a4 c⁴. a6 മുതൽ മുകളിലേക്കെല്ലാം 0 ആയി. അപ്പോൾ ഇപ്പോൾ ഇതൊരു ഫൈനൈറ്റ് സീരീസ് ആയി. നൗ ദിസ് ഈസ് എ ഫൈനൈറ്റ് സീരീസ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൗ ദിസ് ഈസ് എ പോളിനോമിയൽ. ഈ എച്ച് ഓഫ് സി എന്ന് പറയുന്നത് ഒരു പോളിനോമിയലായി. ഇങ്ങനെ ഇതൊരു പോളിനോമിയൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ഫിസിക്കലി അക്സെപ്റ്റബിൾ സൊല്യൂഷനായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. സോ നമ്മൾ ഈ പറഞ്ഞ സീരീസിനെ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ദാറ്റ് എച്ച് ഓഫ് സി വിൽ ബി എ ഫിസിക്കലി അക്സെപ്റ്റബിൾ സൊല്യൂഷൻ. അപ്പോൾ ഒരു ഇൻഫിനിറ്റ് സീരീസ്, എച്ച് ഓഫ് സി ഒരു ഇൻഫിനിറ്റ് സീരീസ് ആണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ ഫിസിക്കലി അക്സെപ്റ്റബിൾ സൊല്യൂഷൻ. ബട്ട് എച്ച് ഓഫ് സി ഈസ് എ ഫിസിക്കലി അക്സെപ്റ്റബിൾ സൊല്യൂഷൻ ഇഫ് ഇറ്റ് ഇസ് എ പോളിനോമിയൽ. അപ്പോൾ ഇതൊരു പോളിനോമിയൽ ആവുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ലാംഡ എന്ന് പറയുന്നത് ഈക്വൽ ടു ദിസ് 2j + 1. 2j + 1 എന്ന് കൊടുത്താൽ എപ്പോഴും 0 ആയി പോകും. അപ്പോൾ ഞാൻ അതിനെ ഒരു ലാംഡ ഈക്വൽ ടു ഒരു 2n + 1 എന്ന് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ ഇക്വേഷന് ഒരു ഫിസിക്കലി അക്സെപ്റ്റബിൾ സൊല്യൂഷൻ കിട്ടും. ഓക്കെ, സോ ഇവിടെ നമുക്കിങ്ങനെ പറയാം, if we can terminate the series at some instant, comma, then h of c will be a polynomial, will become a polynomial. h of c will become a polynomial and is a physically acceptable solution. ഓക്കെ, സോ അങ്ങനെ ഫിസിക്കലി അക്സെപ്റ്റബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു ലാംഡ ഈസ് ഈക്വൽ ടു സം 2n + 1. വേറെ എന്നിന് പൊസസ് ചെയ്യാവുന്ന വാല്യൂസ് എന്ന് പറയുന്നത് നമുക്കിവിടെ 0, 2, 4, 6 തുടങ്ങിയ വാല്യൂസാണ്, ഈവൻ ആയതുകൊണ്ട്. ഇത് നമ്മൾ സിമ്മട്രിക് കേസ് എടുത്തുകൊണ്ടാണ്. ഇതേപോലെ നമ്മൾ ആൻറ്റി സിമ്മട്രിക് കേസ് എടുത്തിട്ട് നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ കിട്ടും. ലാംഡ ഈക്വൽ ടു 2n + 1 വേർ n ഈക്വൽ ടു 1, 3, 5, 7 എക്സെട്ര എന്ന് കിട്ടും. സോ നമുക്കിതിനെ സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഹിയർ ദിസ് ലാംഡ ഈസ് ഈക്വൽ ടു 2n + 1 ആണ്, വേർ n ഈസ് ഈക്വൽ ടു 0, 1, 2, 3, 4 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഈ ലാംഡയുടെ വാല്യൂ 2n + 1 ആയി കഴിഞ്ഞാൽ നമ്മുടെ എച്ച് ഓഫ് സി എന്ന് പറയുന്നത് ഫിസിക്കലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ആവും. എച്ച് ഓഫ് സി അക്സെപ്റ്റബിൾ ആണെങ്കിൽ വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറയുന്ന ഒരു ഫിസിക്കലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ആവും.
അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു നമ്മൾ എന്തിനാണ് ഈ ലാംഡ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. ലാംഡ ഈസ് ഈക്വൽ ടു 2e/h ക്രോസ് ഒമേഗയാണ്. അതാണിപ്പോൾ നമുക്ക് 2n+1 എന്ന് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് എനർജി ഇ എന്ന് പറയുന്നത് n+12 h ക്രോസ് ഒമേഗ എന്ന് കിട്ടും. ഓർ ദിസ് ഈസ് ഈക്വൽ ടു n+12 h ന്യൂ എന്ന് കിട്ടും. വേർ ദിസ് n ഈസ് ഈക്വൽ ടു 0, 1, 2, 3 etc. So this is the energy eigenvalues of a harmonic oscillator. Energy eigenvalue of a harmonic oscillator. ഇങ്ങനെയാണ് നമ്മൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എനർജി ഐഗൺ വാല്യൂ നമ്മൾ കാണുക. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ലാംഡ എന്ന് പറയുന്നത് 2n+1 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ആ ഹെർമൈറ്റ് പോളിനോമിയലിൻ്റെ ടേംസിൽ ഈ എച്ച് ഓഫ് സി എന്ന് പറയുന്നതിൻ്റെ ഫംഗ്ഷൻ്റെ ടേംസിൽ നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതിയത് അതിങ്ങനെയായിരുന്നു. d²h/dc² മൈനസ് 2c/dh/dc പ്ലസ് ദിസ് ലാംഡ മൈനസ് 1 ഇൻറ്റു എച്ച് ഓഫ് സി ഈക്വൽ ടു 0. നമുക്കിപ്പോൾ ഇവിടെ ലാംഡ -1 2n ആണെന്ന് കിട്ടി. അപ്പോൾ ഇത് d²h/dc² മൈനസ് 2c/dh/dc പ്ലസ് 2n ഇൻറ്റു എച്ച് ഓഫ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നിങ്ങൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ദ ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൻ്റെ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഹെർമൈറ്റ് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഹെർമൈറ്റ് പോളിനോമിയൽ. ആ ഹെർമൈറ്റ് പോളിനോമിയലാണ് നമ്മുടെ എച്ച് ഓഫ് സി എന്ന് പറയുന്നത്. ഇവിടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എച്ച് ഓഫ് സി ആയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ദ ഹെർമൈറ്റ് പോളിനോമിയൽ. നൗ ഈ ഹെർമൈറ്റ് പോളിനോമിയലിൻ്റെ വാല്യൂസ് നമുക്ക് ആവശ്യമുണ്ട്. അതായത് നമ്മൾ ഈ ഹെർമൈറ്റ് പോളിനോമിയലിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് പറയുന്നത്. അതായത് ഈ ഹെർമൈറ്റ് പോളിനോമിയലിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ, നമുക്ക് ഏതൊരു പോളിനോമിയൽ എടുത്താലും അതിനൊരു ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഉണ്ടാവും. ഈ ഹെർമൈറ്റ് പോളിനോമിയലിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ സപ്പോസ് ഞാൻ GCH is equal to some e raised to minus h square plus 2ch is equal to some sum over n equal to 0 to infinity this hn of c h raised to n divided by n factorial. ഇതാണ് ഇതിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിനെ എനിക്ക് e raised to minus h square plus 2ch എന്ന് പറയുന്നതിനെ e raised to minus h square into e raised to 2ch എന്ന് വിളിക്കാം. e raised to minus h square എന്ന് പറയുന്നത് എന്താണ്? This is 1 minus h square by 1 factorial plus h raised to 4 divided by 2 factorial minus h raised to 6 by 3 factorial plus h raised to 8 by 4 factorial minus etc. അതാണ്. e raised to 2ch എന്ന് പറയുന്നതോ this is 1 plus 2c into h by 1 factorial plus 2c whole square into h square by 2 factorial plus 2c whole cube h cube by 3 factorial plus etc. ഇതാണ്. ഓക്കെ, സോ ദിസ് ഈസ് e raised to minus h square പ്ലസ് 2ch നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. നൗ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് ഇതാണ്. ഇതിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? സം ഓവർ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി hn of c h raised to n by n factorial. അപ്പോൾ നമ്മൾ ഇതിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ പറഞ്ഞു 1 മൈനസ് എച്ച് സ്ക്വയർ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് h raised to 4 by 2 factorial minus h raised to 6 by 3 factorial plus etc. into 1 plus 2c into h by 1 factorial plus 2c whole square into h square by 2 factorial plus 2c whole cube by into h cube by 3 factorial plus etc. is equal to right hand side sum over n equal to 0 to infinity hn of c h raised to n by n factorial. നമ്മൾ ആദ്യം n equal to 0 കൊടുക്കുന്നു. n equal to 0 കൊടുക്കുമ്പോൾ അത് h0 of c എന്ന് കിട്ടും. ബാക്കി 1 ആയി പോവും. നെക്സ്റ്റ് ടൈം n equal to 1 കൊടുത്തു കഴിഞ്ഞാൽ അത് h1 of c into h by 1 factorial എന്ന് വരും. അടുത്തത് n equal to 2 കൊടുത്തു കഴിഞ്ഞാൽ h2 of c into h square divided by 2 factorial plus etc. കിട്ടും. ഇവിടെ ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇവിടെ h സ്ക്വയർ h ക്യൂബ് കോൺസ്റ്റൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കോഎഫിഷ്യൻസിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. നിങ്ങളിത് ചെയ്തിട്ടുള്ളതാണ് മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ, അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയേക്കുക. ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് h സ്ക്വയർ h ക്യൂബ് എക്സെട്ര അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് ഇതിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ h0 ഓഫ് സിയുടെ വാല്യൂ 1 ആണെന്ന് കിട്ടും. h1 ഓഫ് സിയുടെ വാല്യൂ 2c ആണെന്ന് കിട്ടും. h2 ഓഫ് സിയുടെ വാല്യൂ 4c സ്ക്വയർ മൈനസ് 2 ആണെന്ന് കിട്ടും. h3 ഓഫ് സിയുടെ വാല്യൂ 8c ക്യൂബ് മൈനസ് 12c ആണെന്ന് കിട്ടും. h4 ഓഫ് സി എന്ന് പറയുന്നത് 16c raised to 4 മൈനസ് 48c സ്ക്വയർ പ്ലസ് 12 ആണെന്ന് കിട്ടും. നിങ്ങൾ ഈ അപ് ടു ഒരു h4 വരെയെങ്കിലും ഇതൊന്ന് മെമ്മറിയിൽ ഉണ്ടാവണം.
ഹെർമൈറ്റ് പോളിനോമിയൽസിൻ്റെ വാല്യൂ ആണ് എച്ച് ഫോർ n ഈക്വൽ ടു 0 1 2 3 4. h0 of c 1, h1 of c 2c, h2 of c 4c square minus 2, h3 of c 8c cube minus 12c, h4 of c ഇങ്ങനെയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ വേറൊരു റെക്കർഷൻ റിലേഷൻ ഉണ്ട്. അതിങ്ങനെയാണ് 2c hn of c is equal to hn plus 1 of c plus 2n into hn minus 1 of c. ഓക്കെ, അപ്പോൾ ഇവിടെ സപ്പോസ് നിങ്ങൾ എന്നിന് 1 കൊടുത്തു എന്ന് വിചാരിച്ചു. n ഈക്വൽ ടു 1 കൊടുത്താൽ ഈ ടേം എന്താവും? ഇത് h0 ആവും, ഇത് h2 ആവും, ഇത് h1 ആവും. അപ്പോൾ നിങ്ങൾക്ക് h0യും h1ഉം അറിയാമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? h2 കണ്ടുപിടിക്കാം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ h0യും h1ഉം മാത്രം ഓർത്തിരിക്കുക, എന്നിട്ട് ഈ റെക്കർഷൻ റിലേഷൻ ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കി ഹയർ ടേംസ് കണ്ടുപിടിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു വഴി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റോഡ്രിഗസ് ഫോർമുലയുണ്ട് ഹെർമൈറ്റ് പോളിനോമിയലിൻ്റെ. ഹെർമൈറ്റ് പോളിനോമിയലിൻ്റെ റോഡ്രിഗസ് ഫോർമുല ഇതാണ്: -1 ഹോൾ റൈസ് ടു n ഇൻറ്റു ഇ റൈസ് ടു സി സ്ക്വയർ ഡോ റൈസ് ടു n ബൈ ഡോ സി റൈസ് ടു n ഇൻറ്റു ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ. ഓക്കെ, യൂസിങ് ദിസ് റോഡ്രിഗസ് ഫോർമുല നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഹെർമൈറ്റ് പോളിനോമിയൽസിൻ്റെ വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്കിവിടെ ഒരു സോൾവ് ചെയ്തപ്പം ലാംഡ മൈനസ് 1 ഈസ് ഈക്വൽ ടു 2n ആണെന്ന് നമുക്ക് കിട്ടി. അങ്ങനെ 2n കിട്ടിയപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ d²h ബൈ ഡി സി സ്ക്വയർ മൈനസ് 2c dh ബൈ ഡി സി പ്ലസ് 2n h ഓഫ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇതെന്താണ്? ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിൻ്റെ സൊല്യൂഷനാണ് ഹെർമൈറ്റ് പോളിനോമിയൽ hn ഓഫ് സി, ഹെർമൈറ്റ് പോളിനോമിയൽ. ഈ ഹെർമൈറ്റ് പോളിനോമിയലിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് നമ്മൾ പറഞ്ഞത്. h0 ഓഫ് സി 1, h1 ഓഫ് സി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 2c ആണ്, h2 ഓഫ് സി എന്ന് പറയുന്നത് 4c സ്ക്വയർ മൈനസ് 2 ആണ്, h3 ഓഫ് സി എന്ന് പറയുന്നത് 8c ക്യൂബ് മൈനസ് 12c ആണ്, h4 ഓഫ് സി എന്ന് പറയുന്നത് 16c റൈസ് ടു 4 മൈനസ് 48c സ്ക്വയർ പ്ലസ് 12 ആണെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ ഏതെങ്കിലും ഒരു റെക്കർഷൻ റിലേഷൻ കൂടി ഓർത്തിരിക്കുക. സോ നൗ അപ്പോൾ നമുക്ക് ഹെർമൈറ്റ് പോളിനോമിയലിനെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടി. അപ്പോൾ നമ്മളിവിടെ നേരത്തെ തന്നെ നമ്മൾ വേവ് ഫംഗ്ഷൻ, ഈ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ വേവ് ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതിയിരുന്നത്? h ഓഫ് സി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഈ h ഓഫ് സി നമ്മൾ ആദ്യം പറയുന്ന സമയത്ത് ഇതൊരു ഫംഗ്ഷൻ, ഒരു സിയിലുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണെന്നാണ് നമുക്ക് കിട്ടിയത്. അതെന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യാനാണ് നമ്മൾ h ഓഫ് സിക്ക് a0 പ്ലസ് a1 സി പ്ലസ് a2 സി സ്ക്വയർ പ്ലസ് a3 സി ക്യൂ പ്ലസ് എക്സെട്ര എന്ന് കൊടുത്തത്. അവിടെ നമ്മൾ പറഞ്ഞു അതിനൊരു ഇൻഫൈനൈറ്റ് സീരീസ് ആവാൻ വേണ്ടി പറ്റത്തില്ല. h ഓഫ് സി ഒരു ഇൻഫൈനൈറ്റ് സീരീസ് ആയിക്കഴിഞ്ഞാൽ എന്ത് കിട്ടത്തില്ല എന്ന് പറഞ്ഞു? നമുക്ക് ഫിസിക്കലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വേവ് ഫംഗ്ഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതായത് ഈ h ഓഫ് സി എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ പറഞ്ഞു ഇത് ഹെർമൈറ്റ് പോളിനോമിയലാണെന്ന് നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ എനിക്കിതിനെ hn ഓഫ് സി എന്നിപ്പോൾ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, സോ ദിസ് നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈ ഈസ് ഈക്വൽ ടു hn ഓഫ് സി ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 ആണ്. അപ്പോൾ വേവ് ഫംഗ്ഷൻ കിട്ടിയാൽ നമ്മൾ സാധാരണഗതിയിൽ അതിനെ എന്ത് ചെയ്യും? നോർമലൈസ് ചെയ്യും. അപ്പോൾ നോർമലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ അതിൻ്റെ മുമ്പിൽ ഒരു നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ് കൊടുക്കുന്നതിന് ഞാൻ ക്യാപിറ്റൽ N എന്ന് ഡിനോട്ട് ചെയ്യുന്നു. സോ ഈ വേവ് ഫംഗ്ഷൻ ഇപ്പോൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ദിസ് എന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ദിസ് സൈ എൻ ഓഫ് സി ഇൻ ടേംസ് ഓഫ് സി ആണ്. സൈ എൻ ഓഫ് സി ഈസ് ഈക്വൽ ടു സം എൻ നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ് hn ഓഫ് സി ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 ആണെന്ന് എഴുതാം. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഒരു വേവ് ഫംഗ്ഷൻ കിട്ടിയാൽ നമ്മൾ അതിനെ ആദ്യം എന്ത് ചെയ്യും? നോർമലൈസ് ചെയ്യും. അപ്പം അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഇതിനെ നോർമലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, നോർമലൈസിങ് വേവ് ഫംഗ്ഷൻ. ഓക്കെ, സോ നമ്മളിവിടെ വേവ് ഫംഗ്ഷൻ നോർമലൈസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇൻ്റഗ്രൽ നമ്മളെങ്ങനെയാണ് ഒരു നോർമലൈസ് ചെയ്യുക? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ സ്റ്റാർ ഓഫ് എക്സ് ഇൻറ്റു സൈ ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നാണ് കൊടുക്കുക. പക്ഷെ നമ്മുടെ ഇവിടെ വേവ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് സി ആണുള്ളത്. അപ്പോൾ നമുക്കറിയാം സി ഈസ് ഈക്വൽ ടു ആൽഫ എക്സ് ആണ്. ഓർ ഡി എക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഡി സി ഡിവൈഡഡ് ബൈ ആൽഫയാണ്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് സി നമ്മളിതിനെ നോർമലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഡി എക്സ്, അതായത് ഇൻ ടേംസ് ഓഫ് സി നോർമലൈസ് ചെയ്യുമ്പോൾ നമ്മളിത് എങ്ങനെയായിട്ട് മാറും? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ദിസ് സൈ സ്റ്റാർ ഓഫ് സി ഇൻറ്റു സൈ ഓഫ് സി ഡി എക്സ് എന്ന് പറയുന്നത് എന്താവും? ഡി സി ബൈ ആൽഫ. അപ്പോൾ 1 ബൈ ആൽഫ ഞാൻ പുറത്തേക്ക് എടുത്തു ഇസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കൊടുക്കാം.
ദാറ്റ് ഈസ് ദിസ് ഈസ് 1/α ഇൻറ്റു സൈ എന്ന് പറയുന്നത് ഇതാണ്, ഇതിനെ ഇങ്ങോട്ടേക്ക് കൊടുക്കുക. അപ്പം നമുക്ക് നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ് n രണ്ട് തവണ n സ്ക്വയർ പുറത്തേക്ക് വരും. ഇൻ്റഗ്രൽ -∞ ടു +∞ e റൈസ് ടു മൈനസ് സീറ്റ സ്ക്വയർ ബൈ 2 e റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 രണ്ട് തവണ വരും. ദാറ്റ് ഈസ് അത് e റൈസ് ടു മൈനസ് സി സ്ക്വയർ വരും. പിന്നെ hn ഓഫ് സി രണ്ട് തവണ വരും. സോ hn ഓഫ് സി ഹോൾ സ്ക്വയർ ഡി സി ഈക്വൽ ടു 1 ആണെന്ന് നമുക്ക് എഴുതാം. ഓക്കെ, 1/α ഇൻറ്റു ഇങ്ങനെയാണ് നമുക്ക് എക്സ്പ്രഷൻ കിട്ടുന്നത്. ദാറ്റ് ഈസ് ദിസ് ഈസ് നമുക്കിപ്പോൾ കിട്ടിയത് n സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ -∞ ടു +∞ e റൈസ് ടു മൈനസ് സി സ്ക്വയർ ഇൻറ്റു hn ഓഫ് സി ഹോൾ സ്ക്വയർ ഡി സി ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ ഈ ഹെർമൈറ്റ് പോളിനോമിയലിൻ്റെ ഒരു ഓർത്തോനോർമാലിറ്റി പ്രോപ്പർട്ടി ഉണ്ട്. ഓർത്തോനോർമാലിറ്റി പ്രോപ്പർട്ടി ഓഫ് ഹെർമൈറ്റ് പോളിനോമിയൽ അതിങ്ങനെയാണ്: ഇൻ്റഗ്രൽ -∞ ടു +∞ e റൈസ് ടു മൈനസ് സി സ്ക്വയർ ഇൻറ്റു സം hm ഓഫ് സി ഇൻറ്റു hn ഓഫ് സി ഡി സി എന്ന് പറയുന്നത് ഈക്വൽ ടു 2 റൈസ് ടു n ഫാക്ടോറിയൽ റൂട്ട് പൈ del mn, where del mn is the Kronecker delta function. അപ്പോൾ m ഈക്വൽ ടു n ആണെങ്കിൽ എക്സിസ്റ്റ് ചെയ്യും, m നോട്ട് ഈക്വൽ ടു n ആണെങ്കിൽ 0 ആയി പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. ഇവിടെ e റൈസ് ടു മൈനസ് സി സ്ക്വയർ, e റൈസ് ടു മൈനസ് സി സ്ക്വയർ, ഇവിടെ എമ്മും എന്നും സെയിം ആകുമ്പോൾ ഇത് hn ഓഫ് സി ഹോൾ സ്ക്വയർ ഡി സി. അപ്പോൾ നമുക്ക് മുകളിലത്തെ n സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫ, ഈ ഓർത്തോ നോർമാലിറ്റി ഫംഗ്ഷൻ പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പം നമുക്ക് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടും. ദിസ് വിൽ ബിക്കം 2 റൈസ് ടു n ഫാക്ടോറിയൽ റൂട്ട് പൈ എം ഈക്വൽ ടു n ആയതുകൊണ്ട് del mൻ്റെ വാല്യൂ 1 ആവും. ദിസ് ഇസ് ഈക്വൽ ടു 1. ഇതിനകത്ത് നിന്ന് എനിക്ക് n എന്ന് പറയുന്നത് ആൽഫ ഡിവൈഡഡ് ബൈ 2 റൈസ് ടു n ഫാക്ടോറിയൽ റൂട്ട് പൈ ഇതിൻ്റെ ടോട്ടൽ റൂട്ടാണെന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് അവർ നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ് ഇതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സൈ n ഓഫ് സി എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാം. ഇറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് ആൽഫ ബൈ 2 റൈസ് ടു n ഫാക്ടോറിയൽ റൂട്ട് പൈ ഇൻറ്റു e റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 ഇൻറ്റു ദിസ് hn ഓഫ് സി ആണെന്ന് പറയും. സോ ദിസ് ഈസ് ദി വേവ് ഫംഗ്ഷൻ ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ. വേവ് ഫംഗ്ഷൻ ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ. നോ, നമ്മൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ വേവ് ഫംഗ്ഷൻ എന്താ പറഞ്ഞാൽ സൈ n ഓഫ് സി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആൽഫ ബൈ 2 റൈസ് ടു n ഫാക്ടോറിയൽ റൂട്ട് പൈ e റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 ഇൻറ്റു hn ഓഫ് സി ആണെന്ന് പറഞ്ഞു. ഇവിടെ എന്നിന് പ്രോസസ്സ് ചെയ്യാവുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 0, 1, 2, 3 എക്സെട്രയാണ്. സോ സപ്പോസ് n ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കുക. n ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടും? സൈ 0 ഓഫ് സി എത്രയാണെന്ന് കിട്ടും. സൈ 0 ഓഫ് സി എന്ന് പറയുന്നത് എത്ര കിട്ടും? ഇറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് ആൽഫ ഡിവൈഡ് ബൈ 2 റൈസ് ടു 0, 1, 0 ഫാക്ടോറിയൽ 1, ഇവിടെ ഒരു റൂട്ട് പൈ വരും. e റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 ഇൻറ്റു h0 ഓഫ് സി വരും. പക്ഷെ നമുക്ക് h0 ഓഫ് സി എന്താണെന്നറിയാം? 1 ആണെന്നറിയാം. അപ്പോൾ ഇത് h0 ഓഫ് സി 1 ആയിപ്പോയി. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ആൽഫ എന്ന് പറയുന്നത് m ഒമേഗ ഡിവൈഡഡ് ബൈ h ബാർ ഹോൾ റൈസ് ടു 1/2 ആണ്. ഓക്കെ, m ഒമേഗ ബൈ h ബാർ ഹോൾ റൈസ് ടു 1/2 ആണ്. അപ്പോൾ ഇത് ഈ റൂട്ട് പൈയുടെ ഒരു റൂട്ടുണ്ട്. അപ്പോൾ ഇത് പൈ റൈസ് ടു 1/4 ആണ്. ആൽഫയ്ക്ക് m ഒമേഗ ബൈ h ബാറിൻ്റെ റൂട്ടാണ്. അപ്പോൾ വീണ്ടും ഒരു റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ m ഒമേഗ ബൈ പൈ h ബാർ ഹോൾ റൈസ് ടു 1/4 എന്ന് നമുക്ക് കിട്ടും. ഇൻറ്റു e റൈസ് ടു മൈനസ് സി എന്ന് പറയുന്നത് നമുക്ക് ആൽഫ എക്സ് ആണെന്നറിയാം. അപ്പോൾ സി സ്ക്വയർ എന്ന് പറയുന്നത് ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ. ഓക്കെ, ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം? ആൽഫ സ്ക്വയർ ഈസ് m ഒമേഗ ബൈ h ബാർ. അപ്പോൾ ഇത് എക്സ് സ്ക്വയർ. അപ്പോൾ ഇ റൈസ് ടു മൈനസ് ഇ റൈസ് ടു ഓക്കെ ഇതാണ് സി സ്ക്വയർ. അപ്പോൾ ഇ റൈസ് ടു മൈനസ് സി സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഇ റൈസ് ടു മൈനസ് m ഒമേഗ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2h ബാർ എന്ന് കിട്ടും. ഇ റൈസ് ടു മൈനസ് m ഒമേഗ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2h ബാർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ ടേംസ് ഓഫ് എക്സിലേക്ക് വരുമ്പം സൈ 0 ഓഫ് എക്സ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ. ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ. അതായത് ഹാർമോണിക് ഓസിലേറ്ററിന് പൊസസ് ചെയ്യാവുന്ന മിനിമം വാല്യൂ ഓഫ് n എന്ന് പറയുന്നത് എത്രയാണ്? n ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഹാർമോണിക് ഓസിലേറ്ററിനെ സംബന്ധിച്ച് അതിൻ്റെ
എനർജി എന്ന് പറയുന്നത് നമ്മൾ n പ്ലസ് ഹാഫ് എച്ച് ക്രോസ് ഒമേഗയാണെന്ന് പറഞ്ഞിരുന്നു. ഓർ നമുക്കിതിനെ n പ്ലസ് ഹാഫ് എച്ച് ന്യൂ ആണെന്ന് എഴുതാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ n ഈക്വൽ ടു 0 വരുമ്പോൾ നമുക്കിവിടുത്തെ എനർജി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഹാഫ് എച്ച് ക്രോസ് ഒമേഗയാണെന്ന് എഴുതാം, അല്ലെങ്കിൽ ഹാഫ് എച്ച് ന്യൂ ആണെന്ന് എഴുതാം. n ഈക്വൽ ടു 1 വരുമ്പോൾ എനർജി എന്ന് പറയുന്നത് 3/2 എച്ച് ക്രോസ് ഒമേഗയാണ്, അല്ലെങ്കിൽ 3/2 എച്ച് ന്യൂ ആണെന്ന് പറയാം. n ഈക്വൽ ടു 2 വരുമ്പോൾ E2 എന്ന് പറയുന്നത് ഈക്വൽ ടു 5/2 എച്ച് ക്രോസ് ഒമേഗയാണ്, അല്ലെങ്കിൽ 5/2 എച്ച് ന്യൂ ആണ്. n ഈക്വൽ ടു 3 വരുമ്പോൾ നമുക്ക് E3 എന്ന് പറയുന്നത് 7/2 എച്ച് ക്രോസ് ഒമേഗയാണ്, or 7/2 എച്ച് ന്യൂ ആണ്. ഇവിടെ നിങ്ങൾ E1 മൈനസ് E0 എടുത്താലും E2 മൈനസ് E1 എടുത്താലും E3 മൈനസ് E2 എടുത്താലും ഇതൊക്കെ നമുക്ക് കിട്ടുക എച്ച് ക്രോസ് ഒമേഗ അല്ലെങ്കിൽ എച്ച് ന്യൂ എന്നാണ് കിട്ടുക. എന്ന് വെച്ചാൽ ഇത് ഇക്വി ഡിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ എനർജി ലെവൽസ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇത് എക്സ് പൊട്ടൻഷ്യൽ എനർജി പരാബോളിക് ഫോം ആണെന്ന് പറഞ്ഞിരുന്നു. സോ n ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ എനർജി ഹാഫ് എച്ച് ക്രോസ് ഒമേഗ അല്ലെങ്കിൽ ഹാഫ് എച്ച് ന്യൂ. അടുത്തത് n ഈക്വൽ ടു 1 എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ എനർജി 3/2 എച്ച് ക്രോസ് ഒമേഗ. n ഈക്വൽ ടു 2 എടുത്തു കഴിഞ്ഞാൽ ഇത് 5/2 എച്ച് ക്രോസ് ഒമേഗ. n ഈക്വൽ ടു 3 എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് 7/2 എച്ച് ക്രോസ് ഒമേഗ. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെ എന്താണ്, ഇക്വി ഡിസ്റ്റൻ്റ് ആണ്. ഇത് തമ്മിലുള്ള സ്പേസിങ് സെയിം ആയിട്ട് വേണം വരയ്ക്കാൻ. ഇതെല്ലാം എത്രയായിരിക്കും, എച്ച് ക്രോസ് ഒമേഗ ആയിരിക്കും. രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് ലെവൽസ് എടുത്തു കഴിഞ്ഞാൽ അത് തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് എച്ച് ക്രോസ് ഒമേഗ ആയിരിക്കും നമുക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ എനർജിയെ പറ്റി പറയാനുള്ളത്. നമ്മൾ വേവ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞിരുന്നു. വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ വേവ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് സി ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ദിസ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് ആൽഫ ബൈ 2n factorial റൂട്ട് ബൈ e⁻⁻ (c²/2) ഇൻറ്റു hn ഓഫ് സി ആണെന്ന് പറഞ്ഞു. n ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ കിട്ടും. ആ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ψ0 ഓഫ് x ഈസ് ഈക്വൽ ടു m⍵ ബൈ πh ബാർ ഹോൾ റേസ് ടു 1/4 ഇൻറ്റു e⁻m⍵ x² ഡിവൈഡഡ് ബൈ 2h ബാർ എന്ന് കിട്ടും. അപ്പോൾ ഈ n ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലെവലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വിളിക്കും. ഇത് നമ്മുടെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് n ഈക്വൽ ടു 1, n ഈക്വൽ ടു 2 ഈസ് ദ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, ദിസ് ഈസ് ദി തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ n ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ എനർജി ഹാഫ് എച്ച് ക്രോസ് ഒമേഗ അല്ലെങ്കിൽ ഹാഫ് എച്ച് ന്യൂ എന്ന് വിളിക്കും. അതിനെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട് സീറോ പോയിൻ്റ് എനർജി. അപ്പോൾ സീറോ പോയിൻ്റ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മിനിമം എനർജി ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ. എന്തുകൊണ്ട് അതിനെ സീറോ പോയിൻ്റ് എനർജി എന്ന് വിളിക്കുന്നു? ഈവൻ ഇഫ് n ഈക്വൽ ടു 0 ആയിട്ട് പോലും എനർജി എന്ന് പറയുന്നത് എന്താവുന്നില്ല, 0 ആവുന്നില്ല. ഈസ് നോട്ട് ഈക്വൽ ടു 0. അതായത് ഒരു ഹാർമോണിക് ഓസിലേറ്ററിനെ സംബന്ധിച്ച് നമുക്ക് ഈ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ യൂഷ്വലി മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ പറ്റിയിട്ടാണ് ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ ആറ്റംസ് അതിൻ്റെ ലാറ്റിസ് സൈറ്റിലിരുന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദോസ് വൈബ്രേഷൻസ് ആർ യൂഷ്വലി വി ആർ ട്രീറ്റിംഗ് ദോസ് അറ്റോമിക് ഓസിലേറ്റേഴ്സ് ആസ് ഹാർമോണിക് ഓസിലേറ്റേഴ്സ്. അപ്പോൾ അത് ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈവൻ ഇഫ് ആ ആറ്റത്തിന് മിനിമം എനർജി ഉണ്ട്, അതായത് ആ മിനിമം എനർജി ഓഫ് ആൻ അറ്റോമിക് ഓസിലേറ്റർ കനോട്ട് ബി 0. അത് 0 ആവുന്നില്ല. But there is a minimum energy even for n equal to 0. So it is called the 0 point energy. And for a harmonic oscillator, the 0 point energy is half h cross omega or half h nu. Okay, now നിങ്ങൾ ഒരു കാര്യം കൂടി ഇതിന് നോക്കണം. എങ്ങനെയാണ് ഇതിൻ്റെ വേവ് ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യുന്നത്? n ഈക്വൽ ടു 0 വരുമ്പോൾ വേവ് ഫംഗ്ഷൻ എങ്ങനെയാണ്, n ഈക്വൽ ടു 1 വരുമ്പോഴുള്ള വേവ് ഫംഗ്ഷൻ എങ്ങനെയാണ്? So you should refer how to plot these wave functions also. So this is about the harmonic oscillator in Schrodinger picture. Thank you.